എല്ലാവർക്കും നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് നിമിഷപ്രിയയുടെ വിഷയത്തിലെ സത്യാവസ്ഥ എന്താണ് എന്നതിനെക്കുറിച്ചായിരുന്നു. എന്തുകൊണ്ടാണ് അവർ മാപ്പ് അർഹിക്കാത്തത് എന്നതിനെക്കുറിച്ചും അവർ ചെയ്തിരുന്ന കുറ്റകൃത്യം എത്രത്തോളം ക്രൂരമായിരുന്നു എന്നതിനെക്കുറിച്ചുമാണ് ഞാൻ ആ വീഡിയോയിൽ പ്രതിപാദിച്ചത്. അത് പറയുന്നതിന് പ്രത്യേകമായിട്ടുള്ള കാരണമുണ്ടായിരുന്നു. കാരണം നീതിബോധം എന്ന് പറയുന്നത് ഏത് നാട്ടുകാരനാണെങ്കിലും നമ്മുടെ യുക്തിക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടുന്ന ഒന്നാണ്. അതിൽ ഏതെങ്കിലും ഒരു പ്രത്യേക നാട്ടുകാരനായതുകൊണ്ട് അയാളോട് നമുക്ക് അനീതി കാട്ടാമെന്നും മലയാളി ആയതുകൊണ്ട് അയാൾക്ക് കൂടുതൽ നീതി നമ്മൾ നൽകേണ്ടതാണ്, അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും നമ്മൾ അയാളെ സംരക്ഷിക്കേണ്ടതാണ് എന്നുള്ള ഒരു പൊതുബോധം നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലുള്ള പല മാധ്യമങ്ങളും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അങ്ങനെ നുണപ്രസ്താവനകൾ കൊണ്ട് പൊതുബോധത്തിനെ മറച്ചുകൊണ്ട് തെറ്റായിരുന്ന ഒരു പ്രവൃത്തി ചെയ്തിരുന്ന ആളിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതിന് വേണ്ടിയും ഇരയെ വേട്ടക്കാരനായും വേട്ടക്കാരനെ ഇരയായും ഒക്കെ തന്നെ ചിത്രീകരിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ നാട്ടിലുള്ള പല മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അങ്ങനെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള നിരവധി വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ നിമിഷപ്രിയ യാതൊരു വിധത്തിലുള്ള കുറ്റവും ചെയ്തിട്ടില്ല എന്ന് കരുതുന്ന കുറേയധികം ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിലാണ് ആ വീഡിയോ ചെയ്തത്. ഇനി ഈ സമയത്ത് തന്നെ നിമിഷപ്രിയയെക്കുറിച്ച് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ജനിപ്പിക്കുന്നതിന് വേണ്ടി അവർ ഇരയാക്കപ്പെടുകയായിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടി മാധ്യമങ്ങളും മറ്റു പല ആൾക്കാരും പലതരത്തിലുള്ള കഥകൾ മെനയുന്നുണ്ട്. അതിനെക്കുറിച്ചും അത് എന്തുകൊണ്ടാണ് തെറ്റാണ് എന്നതിനെക്കുറിച്ചും നിമിഷപ്രിയ തന്നെ തൻ്റെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങളെല്ലാം തന്നെ സമ്മതിച്ചിരുന്നതിനെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നോക്കാം. ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിലെ ഒരു ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ അതിൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ആക്ഷൻ കൗൺസിലിൻ്റെ ഒരു പ്രതിനിധി കൂടി പങ്കെടുത്തിരുന്നു. അദ്ദേഹം ആ ചർച്ചയിൽ പറഞ്ഞത്, ഞാൻ ഉയർത്തുന്ന വാദങ്ങൾക്കൊന്നും തന്നെ അദ്ദേഹം മറുപടി പറയുന്നില്ല, കാരണം ഈ ഒരു ഘട്ടത്തിൽ അത് പറയുന്നത് ഇവരുടെ മോചനത്തിനെ ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന നിലയ്ക്കാണ്. എന്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോചനത്തിനെ ബാധിക്കുക എന്നെനിക്കറിയില്ല. അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ന്യായമുണ്ട് എങ്കിൽ അത് പറയുന്നത് എങ്ങനെയാണ് മോചനത്തിനെ ബാധിക്കുക എന്നതും എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഒരു യുക്തി പ്രയോഗിച്ചാൽ നേരിടുന്ന ശരിയായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ഇരിക്കാനുള്ള ഒരു ഉപാധിയുണ്ട് എന്നത് മാത്രമാണത്. ഇവിടെ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം യമനിൽ നടക്കുന്ന സിവിൽ വാറിൻ്റെ ഒരു ഇരയാണ് നിമിഷപ്രിയ എന്നാണ്. എത്ര അപക്വമായിട്ടുള്ള ഒരു യുക്തിയാണ് അതിന് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് എന്നാലോചിച്ച് നോക്കുക. നിമിഷപ്രിയയ്ക്ക് പോലും ആ ഒരു ഡിഫൻസ് ഉണ്ടായിരുന്നില്ല. യമനിൽ നടക്കുന്ന സിവിൽ വാർ എൻറ്റയർലി മറ്റു വിഷയങ്ങളെക്കുറിച്ചാണ്, അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. അതിൻ്റെ ഇരയാക്കപ്പെട്ട ആളൊന്നുമല്ല നിമിഷപ്രിയ. കാരണം അവർക്ക് അവിടെ നീതിക്ക് വേണ്ടിയിട്ട് 2 കോടതി സംവിധാനങ്ങൾ പ്രവർത്തിച്ചു. അവർക്ക് ഭാഷ അറിയില്ല എന്നതുകൊണ്ട് തന്നെ ആ ഭാഷ അറിയാവുന്ന ഒരു അഭിഭാഷകനെ കോടതി തന്നെ അവർക്ക് കൊടുത്തു. അവർക്ക് നിയമപരമായി മുന്നേറുന്നതിനുള്ള എല്ലാവിധ മാർഗങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് അവരുടെ കേസ് ഇൻഡിഫെൻസിബിൾ ആയിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ആ കേസിൽ അവർ പരാജയപ്പെട്ടത്. എല്ലാവിധ തെളിവുകളും അവർക്കെതിരായിരുന്നു എന്നുള്ളതും വസ്തുതയാണ്. തന്നെയുമല്ല, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സിവിൽ വാറിൻ്റെ ഇരയാണ് താൻ എന്ന രീതിയിലുള്ള ഒരു ഡിഫൻസ് അവർക്കുണ്ടായിരുന്നില്ല. താൻ ഈ കുറ്റകൃത്യം ചെയ്തില്ല എന്നവർ പറഞ്ഞതുമില്ല. അപ്പോൾ ഇവിടെ നിൽക്കുന്ന പല ആൾക്കാരും ഇവിടെയുള്ള പൊതുബോധത്തിനെ ഓൾട്ടർ ചെയ്യുന്നതിന് വേണ്ടി പല കാര്യങ്ങളും വ്യാജമായി ചമയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇത്തരക്കാരുടെ എല്ലാം വ്യാജവാദങ്ങളെ പൊളിക്കുന്ന ഒരു കാര്യം ഇതിനിടയ്ക്ക് സംഭവിച്ചിരുന്നു. 2020 ഓഗസ്റ്റ് മാസം 27 മനോരമ ഓൺലൈൻ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു അഭിമുഖമുണ്ട്. ഈ അഭിമുഖം യമനിലെ സനായിലുള്ള ഒരു ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടേതാണ്. ആ അഭിമുഖം എങ്ങനെയാണ് മനോരമ സാധ്യമാക്കിയെടുത്തത് എന്നെനിക്കറിയില്ല. പക്ഷേ അത് ചെയ്തിരിക്കുന്നത് സിബി നിലമ്പൂർ എന്ന വ്യക്തിയാണ്. മനോരമ ഓൺലൈനിൽ ഇപ്പോഴും അത് ലഭ്യമാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്. യമൻ സനയിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് മരണം കാത്തു കഴിയുന്ന പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയയുടെ വാട്സാപ്പ് DPയിൽ ഒരു ഉദയസൂര്യൻ്റെ ചിത്രമാണ്. ജീവിതത്തിൽ ഇനിയും ഒരു പ്രഭാതം ഉദിച്ചുയരുമെന്ന പ്രതീക്ഷ നിറഞ്ഞ ചിത്രം. എപ്പോൾ വേണമെങ്കിലും പട്ടാളക്കാർ വന്ന് മരണത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകാം. മനസ്സിൽ നിറയെ ഭീതിയുണ്ടെങ്കിലും എവിടെ നിന്നെങ്കിലും തനിക്കായി ഒരു ശുഭവാർത്ത എത്തുമെന്ന പ്രതീക്ഷയിലാണ് അവൾ. അപ്പീൽ കോടതി വധശിക്ഷ ശരിവെച്ച 18 മുതൽ കരച്ചിലിലായിരുന്നു. ഏറെ സ്വപ്നങ്ങൾ കണ്ട് മറ്റൊരു നാട്ടിലെത്തി അവിടെ പീഡനങ്ങൾ സഹിച്ച് കുറ്റവാളിയാക്കപ്പെട്ട് ഒടുവിൽ മരണത്തിലേക്ക് പോകേണ്ടി വരുന്നതിൻ്റെ നിസ്സഹായതയിലാണവർ എന്നാണ് ഇതിൻ്റെ തുടക്കത്തിലെ പാരഗ്രാഫിൽ പറയുന്നത്. പിന്നീട് പറയുന്നുണ്ട്, സനയിലെ ജയിലിൽ നിന്ന് മനോരമ ഓൺലൈനോട് നിമിഷപ്രിയ മനസ്സ് തുറക്കുന്നു. ഇതിനോടൊപ്പം തന്നെ അവർ വീഡിയോ കോളിൽ വന്ന് സംസാരിക്കുന്നതിൻ്റെ ഒരു സ്ക്രീൻ ഗ്രാബ് ചിത്രവും മനോരമ ഓൺലൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ നേരിട്ടിരിക്കുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ച്, പല പീഡനങ്ങളെക്കുറിച്ച് ഒക്കെ പറയുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്നത് ഈ തലാൽ മെഹദി എന്ന് പറയുന്ന യമനി പൗരനെതിരെ ഒരു കേസ് കൊടുത്തപ്പോൾ
അതിൽ നിമിഷപ്രിയ അകത്താകുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. എന്നാൽ തലാൽ മെഹദിയും ജയിലിലായിരുന്നു എന്നുള്ള ഒരു വസ്തുത ഇവിടെ അധികം ആരും തന്നെ പറയുന്നില്ല. പക്ഷെ അത് ഈ അഭിമുഖത്തിൽ വളരെ കൃത്യമായിട്ട് നിമിഷപ്രിയ പറയുന്നുണ്ട്. ആ ഭാഗം ഇങ്ങനെയാണ്: ഭാര്യയാണെന്ന് എല്ലാവരോടും പറഞ്ഞപ്പോൾ ഇക്കാര്യം, അതായത് ഭാര്യയല്ല ആക്കിയതാണ് വ്യാജമായ രീതിയിൽ എന്ന് അടുത്ത് താമസിക്കുന്ന ഒരു ഷെയ്ഖിനോട് പറഞ്ഞു. അദ്ദേഹവും വിശ്വസിച്ചിരുന്നത് നാട്ടിൽ പോയപ്പോൾ വിവാഹം കഴിച്ചു എന്നായിരുന്നു. ഇതോടെയാണ് സനയിൽ ലോക്കൽ പോലീസിനെ സമീപിച്ച് പരാതി അറിയിച്ചത്. വിവാഹ തട്ടിപ്പ് പരാതിപ്പെട്ടതോടെ അവിടുത്തെ നിയമപ്രകാരം 16 ദിവസം രണ്ടുപേരും കസ്റ്റഡിയിലായി. അപ്പോൾ വിവാഹ തട്ടിപ്പ് എന്നുള്ള ഒരു കാര്യത്തിൻ്റെ പേരിൽ ഈ രണ്ടാൾക്കാരും കസ്റ്റഡിയിലായി എന്ന് പറയുന്നുണ്ട്. ഇനി ഇത് തന്നെയല്ല, മറ്റവസരങ്ങളിലും ഈ തലാൽ മെഹദി ജയിലിൽ കിടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ അഭിമുഖത്തിൻ്റെ ഒരു ഭാഗത്ത് നിമിഷപ്രിയ പറയുന്നത് ഇങ്ങനെയാണ്: ഇതിനിടെ പല പ്രാവശ്യം അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നു. അതായത് ഒന്നല്ല, ഒന്നിലധികം തവണ തലാൽ മെഹദിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. യമനി പൗരനായിട്ടുള്ള തലാൽ മെഹദിക്ക് ഒരു തരത്തിലും അങ്ങനെയുള്ള ഒരു ശിക്ഷയൊന്നും ഉണ്ടായിട്ടില്ല എന്നുമൊക്കെയുള്ള ചില വ്യാജ നറേറ്റീവുകളാണ് നമ്മുടെ നാട്ടിലുള്ള പല മാധ്യമങ്ങളും ഇവിടെ പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ അത് അങ്ങനെയല്ല എന്ന് 5 വർഷങ്ങൾക്ക് മുൻപ് മനോരമയ്ക്ക് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ പറയുന്നത് നിമിഷപ്രിയ തന്നെയാണ്. ജയിലിൽ പോയി പാസ്പോർട്ട് തരാൻ ഒരുപാട് തവണ കരഞ്ഞപേക്ഷിച്ചു. അതായത് ആ സമയത്ത് തലാൽ മെഹദി ജയിലിലും നിമിഷപ്രിയ ജയിലിന് പുറത്തുമാണ് എന്നുള്ളത് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേറ്ററി ലോ അവിടെ പ്രവർത്തിച്ചു എന്ന് ഇവിടെ ആൾക്കാർ വ്യാജമായിട്ട് നിർമ്മിക്കുന്ന വാർത്തകളിലൊന്നും തന്നെ ഒരു കഥയുമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി തൻ്റെ പാസ്പോർട്ട് അകാരണമായി തലാൽ മെഹദിയുടെ കയ്യിലായിരുന്നു എന്ന് നിമിഷപ്രിയ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഇവർ എംബസിയിൽ പോയി അന്വേഷിച്ചിരുന്നു എന്നതിനെക്കുറിച്ചും ഈ അഭിമുഖത്തിൽ അവർ പറയുന്നുണ്ട്. ആ ഭാഗം ഇങ്ങനെയാണ്: പാസ്പോർട്ട് നഷ്ടമായെന്ന് കാണിച്ച് എംബസിയെ സമീപിച്ചപ്പോൾ പത്രപരസ്യം നൽകി അപേക്ഷ നൽകണമെന്നായിരുന്നു നിർദ്ദേശം. ഇതും നടക്കാതെ വന്നതോടെ നിരാശയിലായപ്പോഴാണ് ജയിലിൽ വരുമ്പോൾ കാണാറുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ സഹായിക്കാം എന്നേറ്റത്. ഒന്ന് ആലോചിച്ച് നോക്കുക, തൻ്റെ പാസ്പോർട്ട് തലാൽ മെഹദി അകാരണമായി കയ്യിൽ വെച്ചിരിക്കുകയാണ് എന്നായിരുന്നില്ല അന്നും സനായിൽ പ്രവർത്തിച്ചിരുന്ന ഇന്ത്യൻ എംബസിയിലെത്തി നിമിഷപ്രിയ പറഞ്ഞത്. അവർ പിന്നീട് പറഞ്ഞിരിക്കുന്ന ആക്ഷൻ കൗൺസിൽ പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതിയിൽ ഇവരുടെ പാസ്പോർട്ട് അകാരണമായി തലാൽ മെഹദി കൈവശം വെച്ചിരിക്കുകയായിരുന്നുവെങ്കിൽ ഇന്ത്യൻ എംബസിയിൽ ചെന്നപ്പോൾ എന്തുകൊണ്ട് നിമിഷപ്രിയ ആ സത്യം പറഞ്ഞില്ല എന്നുള്ള ഒരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. അവരവിടെ പറഞ്ഞിരിക്കുന്നത് തൻ്റെ പാസ്പോർട്ട് നഷ്ടമായി എന്നാണ്. പാസ്പോർട്ട് നഷ്ടമാകുന്നതും പാസ്പോർട്ട് ഒരാൾ പിടിച്ചു വെക്കുന്നതും 2 കാര്യങ്ങളാണ് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. രണ്ടിലും പിന്നീട് പാസ്പോർട്ട് റിക്കവർ ചെയ്യുന്നതിന് സ്വീകരിക്കേണ്ടുന്ന മാർഗങ്ങളും അതിൻ്റെ നിയമരീതികളും 2 എന്നും നമുക്കറിയാം. എന്നിട്ടും ഇവിടെ എന്തുകൊണ്ടാണ് ഇന്ന് വളരെ പോപ്പുലറായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഷ്യം പാസ്പോർട്ട് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു എന്നതിനെക്കുറിച്ച് നിമിഷപ്രിയ ഇന്ത്യൻ എംബസിയിൽ അറിയിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഇവിടെ ബാക്കിയാകുന്ന ചോദ്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് മറുപടിയായിരിക്കും അവിടെ എംബസിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക? പത്രപരസ്യം നൽകി അപേക്ഷ നൽകണമെന്നതായിരുന്നു നിർദ്ദേശം. ഇതും നടക്കാതെ വന്നതോടെ നിരാശയിലായപ്പോഴാണ് ജയിലിൽ വരുമ്പോൾ കാണാറുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ സഹായിക്കാം എന്നേറ്റത്. പത്രപരസ്യം കൊടുക്കുന്നതിന് എന്ത് തടസ്സമാണുള്ളത്? നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോകുന്നു, അവിടെ വെച്ച് നമ്മുടെ പാസ്പോർട്ട് നഷ്ടമാകുന്നു, അത് വളരെ ജെന്യുവിനായിട്ടാണ് എങ്കിൽ നമുക്കൊരു പരസ്യം കൊടുക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല. പ്രത്യേകിച്ച് തലാൽ മെഹദി ജയിലിൽ കിടക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പരസ്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പോലും കഴിഞ്ഞില്ല എന്നാണ് അവർ പറയുന്നത്. ഇതും നടക്കാതെ വന്നപ്പോൾ എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് നടക്കാതെ വന്നത് എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഇപ്പോൾ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഭാഷ്യത്തിൽ നിന്ന് തുലവും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് 5 വർഷങ്ങൾക്ക് മുൻപ് ജയിലിൽ നിന്ന് മനോരമയ്ക്ക് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ നിമിഷപ്രിയ പറയുന്നത് എന്നുള്ളത് വ്യക്തം. ഇനി ബാക്കി ഭാഗം നോക്കുക. ഒരു ഗൂഢാലോചനയുടെ തുടക്കമാണ് ഇനി പറയുന്ന ഭാഗങ്ങൾ. ഇത് എൻ്റെ വാക്കുകളല്ല, നിമിഷപ്രിയയുടെ തന്നെ വാക്കുകളാണ്. അവിടെ ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ സഹായിക്കാമെന്ന് ഏറ്റു. ഇദ്ദേഹത്തെ അനസ്തേഷ്യ നൽകി ബോധം കെടുത്തി നൽകിയാൽ വാഹനവുമായി വന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി ദേഹോപദ്രവം ഏൽപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഡിവോഴ്സിന് സമ്മതിപ്പിച്ച് ഭാര്യയല്ലെന്ന് എഴുതി വാങ്ങുകയും പാസ്പോർട്ട് തിരികെ വാങ്ങാമെന്നുമായിരുന്നു തീരുമാനം. അതായത് മറ്റാരോ ഒരു ഉദ്യോഗസ്ഥനുണ്ട്, ആ ഉദ്യോഗസ്ഥൻ നിമിഷപ്രിയയോട് സംസാരിച്ച് അവരുടെ സങ്കടങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം അനസ്തേഷ്യ കൊടുത്ത് ഇയാളെ മയക്കി എവിടെയെങ്കിലും കൊണ്ടുപോയി അയാളെ ദേഹോപദ്രവം ഏൽപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും അയാളുടെ പക്കൽ നിന്ന് പാസ്പോർട്ട് വാങ്ങിയെടുക്കാം എന്ന് പറഞ്ഞു എന്നാണ്. ഇത് ഗൂഢാലോചനയാണ്. ക്ലിനിക്കിൽ നേഴ്സായി ജോലി ചെയ്യുന്ന തൻ്റെ സങ്കടം കാണാറുള്ള ഹനാൻ എന്ന യുവതിയും ഇക്കാര്യത്തിൽ സഹായിക്കാമെന്ന് പറഞ്ഞു. ഈ ഹനാനാണ് ഈ തലാൽ മെഹദിയുടെ മൃതദേഹം 110 കഷ്ണങ്ങളായിട്ട് മുറിക്കുന്നതിന് സഹായിച്ചത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് 2 ആൾക്കാർ ഇവിടെ വരുന്നു. ഒന്ന് ഒരു ഉദ്യോഗസ്ഥൻ, 2 ഹനാൻ എന്ന് പറയുന്നയാൾ. ഇതിനിടെയാണ് അദ്ദേഹത്തിന് യൂറിൻ ഇൻഫെക്ഷൻ ആയത്. അതായത് തലാൽ മെഹദിക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു, മരുന്ന് വേണമെന്ന് പറയുന്നത്.
ഇത് അവസരമായി എടുത്താണ് മയങ്ങുന്നതിനുള്ള മരുന്ന് കുത്തിവെക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കുക, ഇതിനെ ഒരു ഓപ്പർച്യൂണിറ്റിയായി കണ്ടുകൊണ്ട് ഈ ഒരു അവസരം ഉപയോഗിക്കാം എന്നവർ പൂർണ്ണമായും തീരുമാനിച്ച് നേരത്തെ പറഞ്ഞിരുന്ന ഈ ഉദ്യോഗസ്ഥർ അവർക്ക് അഡ്വൈസ് ചെയ്തിരുന്ന അതേ മാർഗം ഉപയോഗിച്ചുകൊണ്ട് അയാളെ ഇഞ്ചക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. ആദ്യം മരുന്ന് കുത്തിവെച്ചപ്പോൾ ഇദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നതിനാൽ കാര്യമായി ഏറ്റില്ല. അപ്പോൾ ഈ ഉപയോഗിക്കുന്ന മരുന്ന് ഏതളവിലാണ് അത് മയക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്, ഏത് അവസ്ഥയിലാണ് അത് ഉപയോഗിക്കേണ്ടത്, ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് എങ്കിൽ ഇങ്ങനെ ഒരു മരുന്ന് കൊടുക്കാമോ, ഏത് ഡോസിലാണ് ഇത് ഫേറ്റലായി മാറുകയും അയാളുടെ മരണത്തിന് കാരണമായി മാറുകയും ഒക്കെ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചെല്ലാം ഒരു മെഡിക്കൽ പ്രൊഫഷണൽ എന്ന രീതിയിൽ, ഒരു പ്രാക്ടീസിംഗ് നഴ്സ് എന്ന രീതിയിൽ നിമിഷപ്രിയയ്ക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടാകേണ്ടതാണ് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഏതെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരു ലെയ്മാൻ അല്ല ഈ മരുന്നുകൾ കൈകാര്യം ചെയ്യുന്നത് എന്നതും ആലോചിച്ച് നോക്കുക. ഇതോടെ കുറച്ചുകൂടി കൂടിയ മരുന്ന് കുത്തിവെച്ചു. ഓവർഡോസ്, ഡ്രഗ് ഓവർഡോസ് ആണ് ഈ പറയുന്ന കാര്യം. ഈ സമയം ഇയാൾ ഉച്ചത്തിൽ നിലവിളിച്ച് താഴെ വീണു, ബോധം കെട്ടുപോയി. പൾസ് നോക്കിയപ്പോൾ ഇല്ലെന്ന് മനസ്സിലായി. ഇത് കണ്ട് ഭയന്നുപോയി. അതായത് ഓവർഡോസ് മരുന്ന് കുത്തിവെച്ചു, അതിൻ്റെ റിയാക്ഷൻ ഉണ്ടായി, അയാൾ ബോധമില്ലാതെ താഴെ വീണു. എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി. അപ്പോഴാണ് പിരിമുറുക്കം കുറയ്ക്കാനുള്ള 2 ഡോസ് മരുന്നെടുത്ത് കഴിച്ചത്. ഒന്നാലോചിച്ച് നോക്കുക, മരുന്ന് ഇൻറ്റൻഷനലി ഓവർഡോസ് ചെയ്യുന്നു. ഓവർഡോസ് ചെയ്തപ്പോൾ അയാൾ ബോധം കെട്ട് ഇവിടെ വീഴുന്നു. ആ വീഴുന്ന സമയത്ത് പിന്നീട് താൻ തുടർന്ന് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു എക്സ്ക്യൂസ് ഉണ്ടാകണം എന്ന അർത്ഥത്തിലാണ് നിമിഷപ്രിയ പറയുന്നത് 2 ഡോസ് മരുന്നെടുത്ത് കഴിച്ചുവെന്ന്. കാരണം ഇത് നിമിഷപ്രിയയുടെ ഭാഷ്യം മാത്രമാണ്, അതല്ലാതെ അത് ക്ലിനിക്കലി പ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമല്ല. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ റെക്കോർഡ്സ് ഇല്ല. ഇവരുടെ ഈ വാദം കോടതിയിൽ നിലനിന്നതുമല്ല. കാരണം അവരിവിടെ പറയാൻ ശ്രമിക്കുന്നത് പിന്നീട് താൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെയുള്ള ഒരു പിരിമുറുക്കം കുറയ്ക്കാനുള്ള ഒരു മരുന്നിൻ്റെ ഇൻഫ്ലുവൻസിലായിരുന്നു എന്ന് സ്ഥാപിക്കാനാണ്. എന്നാൽ ഒരാളോട് വളരെ ക്രൂരകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അത് താൻ ഒരു മരുന്നിൻ്റെ ഇൻഫ്ലുവൻസിലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് പ്രധാനം. ഇതോടെ അർത്ഥബോധാവസ്ഥയിലായി. അതായത് നിമിഷപ്രിയ സ്വയം പറയുകയാണ് താൻ അർത്ഥബോധാവസ്ഥയിലായി, മാനസിക നിലയിലും പ്രശ്നമുണ്ടായി. നോക്കൂ, ഓരോരോ തരത്തിലുള്ള എക്സ്ക്യൂസുകളാണ് പിന്നീട് കൊണ്ടുവരുന്നത്. തനിക്ക് കൃത്യമായ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയില്ല എന്നൊക്കെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വാദങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ഈ വാദങ്ങളെല്ലാം കോടതിയിൽ പരാജയപ്പെട്ടതാണ് എന്ന് ആലോചിച്ച് നോക്കുക. ഇത് നമ്മുടെ നാട്ടിലെ കോടതിയിലായിരുന്നെങ്കിലും ഇതൊന്നും തന്നെ സ്വീകാര്യമാകുമായിരുന്നില്ല. താഴെ താമസിച്ചിരുന്ന ഹനാനോട് കാര്യങ്ങൾ പറഞ്ഞു. അതേ കോംപ്ലക്സിൽ തന്നെയാണ് അവരും താമസിക്കുന്നത്. തനിക്ക് ബോധമില്ലാതിരുന്നതിനാൽ ഹനാനാണ് പിന്നെ കാര്യങ്ങൾ ചെയ്തത്. തലാൽ മെഹദി മരിച്ചു, അതിനുശേഷം ഈ ബോഡി ഡിസ്മെമ്പർ ചെയ്യുന്ന കാര്യത്തിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിക്കാനായിരുന്നു പരിപാടി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, തുടക്കത്തിൽ ഒരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയുമായി ചേർന്ന് നിൽക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അയാൾ ഡ്രഗിൽ ഇൻഫ്ലുവൻസ്ഡ് ആണ് എന്നതിനെക്കുറിച്ച് ഇവർക്ക് കൃത്യമായ ധാരണയുണ്ടായിട്ടും ഈ മരുന്ന് അമിതമായ അളവിൽ അയാൾക്ക് കൊടുക്കുന്നു. അതിൻ്റെ ഭാഗമായി അയാൾ ബോധം കെട്ട് വീഴുന്നു, മരിക്കുന്നു. ആ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിക്കാനായിരുന്നു പരിപാടി. നോക്കൂ, ഇത് സ്വയരക്ഷാർത്ഥം ചെയ്തിരിക്കുന്ന കാര്യമല്ല. അങ്ങനെ ആയിരുന്നു, ഒരു കയ്യബദ്ധം കൊണ്ടാണ് ഓവർഡോസ് മെഡിസിൻ കൊണ്ട് അയാൾ മരിച്ചത് എങ്കിൽ അത് അവിടുത്തെ ലോ എൻഫോഴ്സ്മെൻറ്റിനോട് പറഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്യും. പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു എക്സ്ക്യൂസ് ഉണ്ട്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്നെങ്കിലും പറയാമായിരുന്നു. കാരണം അൺഇൻറ്റൻഷനലായിട്ട് ഡ്രഗ് ഓവർ യൂസ് കൊണ്ടാണ് ഈ മരണം സംഭവിച്ചത് എന്നൊക്കെ വേണമെങ്കിൽ ഒരു ന്യായത്തിന് പറയാമായിരുന്നു. പക്ഷേ ഇവിടെ ഈ മരണത്തിന് ശേഷം ആ ശരീരം ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിമിനൽ ഇൻറ്റൻ്റാണ് അവിടെ വെളിവാകുന്നത്. സംഗതി അറിഞ്ഞതോടെ സഹായിക്കാമെന്നേറ്റ ജയിൽ ഉദ്യോഗസ്ഥരും കൈമലർത്തി. എന്നുവെച്ചാൽ പോലീസിനെ അറിയിച്ച് കീഴടങ്ങുന്നതിന് പകരം അവർ അവരെ സഹായിക്കാമെന്നേറ്റ് ഈ ഗൂഢാലോചനയിൽ ആദ്യം പങ്കാളിയായിരുന്ന ആ ജയിൽ ഉദ്യോഗസ്ഥനെ കോൺടാക്ട് ചെയ്യുന്നു. അയാൾ കൈമലർത്തി, അയാൾ ഒഴിഞ്ഞു എന്നാണ് പറയുന്നത്. സ്വന്തമായി വാഹനത്തിൽ കൊണ്ടുപോകാൻ സാധിക്കാത്തതിനാൽ അവൾക്ക് തോന്നിയ ബുദ്ധിയാണ് കഷണങ്ങളായി വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുക എന്നത്. അതായത് ഇവിടെ വെച്ച് തൻ്റെ റെസ്പോൺസിബിലിറ്റി എല്ലാം തന്നെ ഹനാൻ്റെ ചുമലിലേക്ക് മാറ്റുകയാണ്. അതുകൊണ്ട് സ്വന്തമായി വണ്ടിയിൽ കൊണ്ടുപോയി ദൂരെ എങ്ങും ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഈ മൃതശരീരത്തിനെ നമുക്ക് ചെറുതായി നുറുക്കിയെടുത്തതിന് ശേഷം വാട്ടർ ടാങ്കിൽ നിക്ഷേപിക്കാമെന്ന് ഹനാൻ പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. 3 ദിവസം കഴിഞ്ഞാണ് എനിക്ക് ബോധം കിട്ടിയത്. ഒന്നാലോചിച്ച് നോക്കുക, അത് എന്ത് തരത്തിലുള്ള മരുന്നാണ് അവർ ഉപയോഗിക്കുന്നത് എന്നാലോചിച്ച് നോക്കുക. അങ്ങനെ മാനസിക പിരിമുറുക്കം ഉണ്ടായപ്പോൾ അവർ മരുന്നെടുത്ത് കഴിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ബോധമുണ്ടായത്. അതായത് ആ 3 ദിവസങ്ങളിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും തന്നെ തനിക്ക് ഉത്തരവാദിത്തമില്ല എന്നുള്ള ഒരു ഡിഫൻസിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നത്. പക്ഷേ ഇത് കോടതിയിൽ നിലനിൽക്കുന്ന വാദമായിരുന്നില്ല. കാരണം ഇങ്ങനെ ഇവർ ഏതെങ്കിലും മെഡിസിൻ്റെ ഇൻഫ്ലുവൻസിലായിരുന്നു എന്ന് പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള മെഡിക്കൽ റെക്കോർഡുകളൊന്നുമില്ല. കാരണം ആ സമയത്ത് ഇവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കാൻ കഴിയുമായിരുന്നില്ല. ഏതാണ്ട് 33 ദിവസത്തിന് ശേഷമാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നത് തന്നെ.
അതുകൊണ്ട് തന്നെ ഇവർ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നതല്ല. തന്നെയുമല്ല, ഒരു ലീഗൽ ഡിഫൻസ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടായിട്ട് മാത്രമേ ഇതിനെ കാണാനും കഴിയുകയുള്ളൂ. ഇതോടെ വാട്ടർ ടാങ്കിൽ നിന്ന് മണം വന്നു തുടങ്ങി. അതായത് 3 ദിവസം കഴിഞ്ഞപ്പോൾ വാട്ടർ ടാങ്കിൽ നിന്ന് ഈ ശവശരീരം അഴുകുന്നതിൻ്റെ സ്മെല്ല് വന്നു തുടങ്ങി. അങ്ങനെയാണ് സ്ഥലം വിട്ട് മാരിഫ് എന്ന സ്ഥലത്തെത്തുന്നതും 1 മാസം ഒളിവിൽ താമസിച്ചതും. ആലോചിച്ച് നോക്കുക, വീണ്ടും പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഗൂഢാലോചന നടക്കുന്നു. അതിൻ്റെ ഭാഗമായി 2 ആൾക്കാരെ ഒപ്പം ചേർക്കുന്നു. അതിന് പറ്റുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ മരുന്ന് ഇൻറ്റൻഷനലി ഓവർഡോസ് ചെയ്യുന്നു. അയാൾ മരിച്ചു എന്നുറപ്പായപ്പോൾ ആ ശരീരം ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഡംപ് ചെയ്യാം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ വണ്ടി ഓടിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് പരിഗണിച്ച് ഈ മൃതശരീരത്തിനെ നുറുക്കി ചെറിയ കഷണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ അത് ചെയ്യുന്നു. ചെയ്തതിന് ശേഷം 3 ദിവസം കഴിയുമ്പോൾ ഇതിൽ നിന്ന് സ്മെല്ലുണ്ടാകുമ്പോൾ ഇവരവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒളിച്ചോടുന്നു. അങ്ങനെ ഒളിച്ചോടി അവിടെ 1 മാസം കഴിയുമ്പോൾ ഇവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇത് മറ്റെങ്ങും പറഞ്ഞിരിക്കുന്ന കാര്യമല്ല. ഏതെങ്കിലും ട്രാൻസ്ലേറ്ററുടെ അഭാവം കൊണ്ട് പ്രൂവ് ചെയ്യാൻ കഴിയാതിരുന്ന കാര്യമല്ല. മറിച്ച് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊന്നായിട്ടുള്ള മനോരമയ്ക്ക് അവർ ജയിലിൽ നിന്ന് നൽകിയ അഭിമുഖത്തിൽ അവർ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. ഇനി ഇവരെ ന്യായീകരിക്കുന്ന ആൾക്കാർ എന്തു പറഞ്ഞ് ന്യായീകരിക്കും എന്നാണ് എനിക്കറിയാനുള്ളത്. ഇതുവരെ പറഞ്ഞിരുന്നതെല്ലാം അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡിഫൻസ് ബിൽഡ് ചെയ്യാനായിട്ട് അവിടെ സാധിച്ചിരുന്നില്ല. ട്രാൻസ്ലേറ്റർ സർവീസ് ലഭ്യമായിരുന്നില്ല. സിവിൽ വാറിൻ്റെ ഇരയാണ്. അവരെ അകാരണമായി പീഡിപ്പിക്കുകയായിരുന്നു. സെൽഫ് ഡിഫൻസിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. ഇതിൽ പല കാര്യങ്ങളും തെറ്റായി ആരോപിക്കപ്പെടുന്നതാണ്. ഇതൊക്കെയായിരുന്നു വാദം. പക്ഷേ ഇവിടെ മനോരമയോട് അവർ നടന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം തത്ത പറയുന്നത് പോലെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഗൂഢാലോചന ഉൾപ്പെടെ, തൻ്റെ ഒപ്പമുണ്ടായിരുന്ന പങ്കാളികൾ ആരാണ് എന്നതുൾപ്പെടെ, അവരുടെ ഓരോരുത്തരുടെയും പങ്കാളിത്തം ഏത് നിലയ്ക്കായിരുന്നു എന്നതുൾപ്പെടെ, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്തിരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമാണ്. അവിടെ ഈ കോടതികൾ കണ്ടെത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ്? അവിടെ 2 തരത്തിലുള്ള കോടതി സംവിധാനമാണ് പ്രവർത്തിച്ചത്. അതിലൊന്ന് ട്രയൽ കോടതിയും രണ്ടാമത്തേത് സുപ്രീം അതോറിറ്റിയുമാണ്. ഈ രണ്ടിടത്തും തെളിയിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ അയാളെ കൊല്ലണം എന്നുള്ള ഒരു ഇൻറ്റൻറ്റോടുകൂടി ഡ്രഗ് ഓവർഡോസ് ചെയ്തിട്ട് അയാളെ കൊന്നു. കൊന്നതിന് ശേഷം ശരീരം ഇൻറ്റൻഷനലി പല കഷണങ്ങളാക്കി, എന്നിട്ട് അതിനെ വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ചു, അവിടെ നിന്ന് കടന്നു കളഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം തെറ്റായി ഇവരുടെ മേൽ ചമച്ച് കെട്ടിവെച്ചതായിരുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് മനോരമയോട് ശരിയായ കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് അവരതേ കാര്യങ്ങൾ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാലോചിച്ച് നോക്കുക. തുടർന്ന് അവർ പറയുന്നു, ഇതെല്ലാം നടക്കുന്നത് 2017 ജൂലൈയിലാണ്. വൈകാതെ തന്നെ ഹനാൻ അറസ്റ്റിലായിരുന്നു. ഓഗസ്റ്റിലാണ് ഞാൻ അറസ്റ്റിലാകുന്നത്. അറസ്റ്റിലായതോടെ നാട്ടിൽ വാർത്തകൾ പരന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിൽ നിമിഷപ്രിയയെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ, അതിൻ്റെ ആക്ഷൻ കൗൺസിൽ, ഈ ആൾക്കാരെല്ലാവരും പറഞ്ഞിരുന്ന എന്തൊക്കെ ഡിഫൻസാണോ അവർ ഇവിടെയുള്ള ആൾക്കാരുടെ കൺസംഷന് വേണ്ടി ബിൽഡ് ചെയ്തിരുന്നത്, അതിനെ മുഴുവൻ ഒറ്റയടിക്ക് തകർക്കുന്ന, പൊളിച്ചടുക്കുന്ന ഒരു അഭിമുഖമാണിത്. നിമിഷപ്രിയയുടെ തന്നെ അഭിമുഖം. ഈ അഭിമുഖത്തിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ വായിച്ച് ബോധ്യപ്പെടുക. വളരെ വിശദമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. അവരെ എങ്ങനെയാണ് ചൂഷണം ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവരിതിൽ പറയുന്നുണ്ട്. അവിടെ ഒരു ക്രൂരകൃത്യം ഇൻറ്റൻഷനലായി അവർ ചെയ്തു എന്നും അതിൽ എന്തൊക്കെ തരത്തിലുള്ള ബ്രൂട്ടാലിറ്റിയാണ് ഇൻവോൾവ് ചെയ്തത് എന്നതിനെക്കുറിച്ചും യാതൊരു വിധത്തിലുള്ള ക്ലാരിറ്റി കുറവുമില്ലാതെ അവർ തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. ഇനിയും എന്ത് തരത്തിലുള്ള നീതിയാണ് അവർക്ക് ലഭ്യമാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. നീതിബോധം എന്ന് പറയുന്നത് യൂണിവേഴ്സലാണ്. നമ്മുടെ കൂടെയുള്ള ഒരാളിന് ഒരു നീതിയെന്നും നമ്മുടെ ഒപ്പം അല്ലാത്തയാളിന് മറ്റൊരു നീതി എന്നൊക്കെ പറയുന്നത് കേവലം ഗോത്ര സ്വഭാവമാണ്. നമ്മൾ ആ രീതിയിലുള്ള ഗോത്ര സ്വഭാവങ്ങളിൽ നിന്ന് മാറി വളരെ നിയമവാഴ്ചയുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി കഴിയുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ കുറ്റം ചെയ്തിരിക്കുന്ന ആളാരാണോ, ആ കുറ്റം ചെയ്തിരിക്കുന്ന ആളിന് എന്താണോ നിയമത്തിൽ അനുശാസിക്കുന്ന ശിക്ഷ അത് കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. കാരണം അവിടെ ഒരു സെൻസ് ഓഫ് ക്ലോഷർ ഉണ്ടാകേണ്ടത് ഇതിന് വിക്ടിമായി മാറിയിരിക്കുന്ന ആളിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഉറ്റവർക്കുമാണ്. അതല്ലാതെ മലയാളിയെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് ധർമ്മം എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഐ എം സോറി, അത് നീതിബോധമല്ല. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. ഇപ്പോഴും പറയാൻ ശ്രമിക്കുന്നതും അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രിയപ്പെട്ട കാഴ്ചക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ വിഷയത്തിൽ ഞാൻ സ്വീകരിച്ച നിലപാടിൽ നൽകിയിരിക്കുന്ന പിന്തുണയ്ക്ക് എല്ലാവിധ നന്ദിയുമുണ്ട്. ഒരു കാര്യത്തിനെക്കുറിച്ചുള്ള യഥാർത്ഥ വസ്തുതകൾ എന്താണ് എന്നതിനെക്കുറിച്ച് അറിയുക എന്നത് പ്രധാനമാണ്. നമ്മുടെ നാട്ടിലെ പല മാധ്യമങ്ങളും അർത്ഥസത്യങ്ങളോ കള്ളങ്ങളോ ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊന്നും തന്നെ വിശ്വസിക്കേണ്ടുന്ന കാര്യമില്ല. നാളെ ഒരുപക്ഷെ ഈ തലാൽ മഹദിയുടെ കുടുംബം നിമിഷപ്രിയയ്ക്ക് ഒരു പക്ഷേ പാർഡൻ നൽകിയേക്കാം. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അവർ സ്വതന്ത്രയായേക്കാം, അല്ലെങ്കിൽ അവരുടെ ഡെത്ത് സെൻറ്റൻസ് കമ്മ്യൂട്ട് ചെയ്ത് മറ്റൊരു ജയിൽ ടൈം അവർക്ക് കിട്ടിയേക്കാം. ഭാവിയിൽ ഒരുപക്ഷെ ഏതെങ്കിലും സമയത്ത് അവർ ജയിൽ മോചിതയായേക്കാം.
അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം ഇതിൽ നീതിബോധം എന്നത് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. നീതിബോധം ഇതിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ ബോധ്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നീതി നിർവഹണ സംവിധാനത്തിൽ നാം വിശ്വസിക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിമിഷപ്രിയ എന്തെങ്കിലും തരത്തിലുള്ള മാപ്പ് അർഹിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകം, കൊല ചെയ്തതിന് ശേഷം ആ മൃതശരീരത്തിനോട് അങ്ങേയറ്റത്തെ അവഹേളനം, ഇത്രയും വലിയ ബ്രൂട്ടാലിറ്റി ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി ഒരാൾ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ ആ ആളിനോട് യാതൊരു വിധത്തിലുള്ള കരുണയും കാട്ടാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. കാരണം നിയമം എന്നത് പലപ്പോഴും ഒരു ഡെറ്ററൻ്റായി ഇനി ആൾക്കാരെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് തടയുന്നതിന് വേണ്ടി കൂടി പ്രവർത്തിക്കേണ്ടുന്ന ഒരു സംവിധാനമാണ്. അതല്ലാതെ കേവലം മലയാളിയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ രക്ഷിച്ചെടുക്കുന്നത് നമ്മുടെ ധർമ്മമാണ് എന്ന തരത്തിലുള്ള തിയറിയൊന്നും ദയവ് ചെയ്ത് അവതരിപ്പിക്കാതിരിക്കുക. ഇനി അവർക്ക് എന്തെങ്കിലും റിലീഫ് കിട്ടുന്നുണ്ടെങ്കിൽ അന്നാട്ടിലെ ശരിയാ നിയമപ്രകാരം അത് ഈ കൊല ചെയ്യപ്പെട്ടയാളിൻ്റെ കുടുംബാംഗങ്ങൾ തീരുമാനിക്കേണ്ടുന്ന കാര്യമാണ്. അതിൽ അവരെ അനാവശ്യമായിട്ട് സമ്മർദ്ദത്തിലാഴ്ത്തുക എന്നുള്ളത് ഇസ്ലാമികമാണെന്ന് പോലും ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയ്ക്ക് നാളെ എന്ത് സംഭവിച്ചാലും, അവരെ ജയിൽ മോചിപ്പിച്ചാലും, അവരെ ശിക്ഷിച്ചാലും, അതല്ല എങ്കിൽ അവരുടെ സെൻറ്റൻസ് കുറച്ചാലും, എന്താണെങ്കിലും അതൊന്നും തന്നെ നമ്മുടെ നീതിബോധത്തിനെ ബാധിക്കേണ്ടുന്ന കാര്യങ്ങളല്ല. ഈ വിഷയത്തിൽ ഞാൻ നീതിയുടെ ഭാഗത്താണ്, നിമിഷപ്രിയയുടെ ഭാഗത്തല്ല എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.